എൻ്റെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവം ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായിരിക്കണമെന്നില്ല. പ്രിയ ദൈവ പൈതലേ, ഇന്ന് നീ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ദൗത്യങ്ങളിലേക്ക് നിന്നെ ദൈവം കടത്തിവിടുമ്പോൾ നിൻ്റെ കൂടെയുള്ള എല്ലാവരും നിന്നെ വിട്ടുപോയാലും നീ ആ ദൈവത്തിൻ്റെ ദൗത്യത്തിനായി കാത്തിരിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു സഹോദരിയുടെ ജീവിത ചരിത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. 1880കളിൽ ജനിക്കുകയും 1984 മരിക്കുകയും ചെയ്ത കോറി ടെൻ ബോം എന്ന ഒരു പ്രിയ സഹോദരിയെ, ഒരു ധീര വനിതയെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ വരുമ്പോൾ ധൈര്യത്തോടുകൂടി ഓരോ സഹോദരിമാരും സഹോദരന്മാരും പാസ്റ്റേഴ്സും ആയിരിക്കണം എന്നുള്ളൊരു സന്ദേശമാണിത്. ജീവിതത്തിൻ്റെ യാത്രയിൽ ഭയങ്കരമായൊരു ദൗത്യം നിങ്ങൾക്ക് ദൈവം തരുമ്പോൾ ആ ഒരു ടാസ്കിലേക്ക് നിങ്ങൾ പോകുവാൻ ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ധൈര്യപ്പെട്ട് ഉറച്ച് വിശ്വസിച്ച് നിൽക്കണം. ഈ ബോമിനെ രണ്ടാമത്തെ വേൾഡ് വാറിൻ്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അനേക യഹൂദന്മാരെ രക്ഷിക്കുകയും അവരുടെ വീട്ടിൽ അഭയസ്ഥാനം കൊടുക്കുകയും ചെയ്ത ഒരു പ്രിയ സഹോദരിയുടെ ധീരമായ ഒരു ദൗത്യമാണ് അവൾ ചെയ്തത്. അനേകർ ഭയപ്പെടുന്ന സമയത്ത് നമുക്കറിയാം വേൾഡ് വാറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ആ നെതർലാൻഡിൽ ജനിച്ചു വളർന്ന പിന്നീട് ബോണഗീനായ ഈ ബോമിന്, കോറി ടെൻ ബോമിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ സന്ദേശം ലോകത്തോട് അറിയിക്കുവാനുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ താൻ ഒരു ദൗത്യം ചെയ്യുന്ന സമയത്ത് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നില്ല. എന്നാൽ മകനെ, പാസ്റ്റർമാ, നിങ്ങൾ ചെയ്യുന്ന ദൗത്യം അത് പൂർത്തിയാകുമ്പോഴാണ്, ചിലപ്പോൾ നിങ്ങളുടെ മരണശേഷമായിരിക്കും മറ്റുള്ളവർ അറിയുന്നത്. എങ്കിലും ആ ഒരു ദൗത്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ ആ ദൗത്യത്തിലേക്ക് പോവുകയാണ്. ഈ പ്രിയ സഹോദരി അനേകരെ തൻ്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുകയും അവളുടെ സഹോദരിയും അവളുടെ പിതാവും പിന്നീട് ജയിലിലാവുകയും ചെയ്തു. എന്നാൽ അനേക സമയങ്ങളിൽ അവർ പിന്നീടുള്ള ജീവിതത്തിൽ വളരെ ശോചനാകരമായ ജീവിതമായിരുന്നുവെങ്കിലും അവർ വിശ്വാസത്തിൽ മടുത്തുപോയില്ല. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ അവർ മറന്നില്ല. അവർ പിന്നീടുള്ള സമയങ്ങളിൽ അനേക സഹോദരിമാർക്ക് ഒരു വെളിച്ചമായി. ഇന്നലെ ഒരു പാസ്റ്റർമ, അമ്മ ശാന്തമ്മ എന്ന ആൻറ്റി, എന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും എനിക്ക് മെസ്സേജ് അയച്ചത് കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് കേട്ടിട്ട്, മോളെ, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നത് കൊണ്ട് ഈ ദൈവിക ദൗത്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. കേരളത്തിലാണ് ഇതുപോലുള്ള ഏറ്റവും കൂടുതലായ പ്രശ്നങ്ങൾ, സ്ത്രീകളെ മുന്നോട്ട് ശുശ്രൂഷയിൽ കൊണ്ടുവരാതിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആൻറ്റി പറഞ്ഞത്, പാകിസ്ഥാനിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവർ ധീര വനിതയായിരുന്നു. അവരുടെ പ്രിയ സഹോദരിക്ക് ഭയങ്കരമായ ഒരു ഡിസാസ്റ്ററിലൂടെ കടന്നു. അവൾ മരിച്ചു. എന്നാൽ എന്നാൽ എല്ലാവരും മരിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ അവൾ പ്രാർത്ഥിച്ചു, അവൾക്ക് ജീവൻ വന്നു. അതിനുശേഷം അവളുടെ ബാപ്റ്റിസം ഇമ്മീഡിയറ്റ്ലി ആ സഹോദരി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരു ധീര വനിത, അവരുടെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഭയങ്കരമായ ടാസ്കുകൾ ദൈവം തരും. മറ്റാരെയും കൊണ്ട് ചെയ്യിക്കാൻ പറ്റാത്തത് നിന്നെയും കൊണ്ടായിരിക്കും ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഈ മോർണിംഗിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അബ്രഹാം, ഉൽപ്പത്തി പുസ്തകം 12-1 ദൈവം പറയുന്നു അബ്രഹാമിനോട്, നിൻ്റെ ചാർച്ചക്കാരെ വിട്ട് നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകുക എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ വന്നിട്ടുണ്ടോ? മറ്റുള്ളവരെയൊക്കെ വിട്ടിട്ട് നമുക്ക് മറ്റൊരു യാത്രയിലേക്ക് പോകുവാൻ ദൈവം അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും മാറിപ്പോയാൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രിയ ദൗത്യത്തിലേക്ക് അബ്രഹാമിന് വരാൻ സാധിച്ചുള്ളൂ എങ്കിൽ, കോറി ടെൻ ബോമിന് വരാൻ സാധിച്ചുവെങ്കിൽ, നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യങ്ങളുണ്ട്. അത് ഓരോ ജേർണിയിലും പലരെയും നമ്മൾ കണ്ടുമുട്ടും. അവരിലൂടെ ഒന്നും ആയിരിക്കില്ല ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൗത്യം നിന്നെയാണ് ഏൽപ്പിച്ചതെങ്കിൽ അത് നീ തന്നെ പൂർത്തിയാക്കണം. അതിൻ്റെ പുറകിൽ ആര് നിന്നെ മറ്റുള്ള ശബ്ദങ്ങളിൽ സംസാരിച്ചാലും അതൊക്കെയും ദൈവഹിതമെന്ന് മാത്രം വിചാരിക്കുക. കാരണം നിൻ്റെ വിശ്വാസത്തെ മുറുക്കുവാൻ, നിൻ്റെ വിശ്വാസം ദൈവത്തിൽ തന്നെ ആണോ എന്ന് ദൈവം അവസാനം വരെ നിന്നെ ടെസ്റ്റ് ചെയ്യും. പ്രിയ ദൈവ പൈതലേ, ഈ യാത്രയിൽ ക്ലേശങ്ങളും മുറിവുകളും പരാജയങ്ങളും ഒക്കെയും ദൈവം അനുവദിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം മുറുകെ ബോൾഡാവുകയുള്ളൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരും നിങ്ങളുടെ കൂടെ നിന്നവരും എല്ലാവരും നിങ്ങളെ മാറിപ്പോയാലും
ദൈവം അത് അനുവദിക്കുന്നുവെന്ന് മാത്രം വിശ്വസിക്കുക. കാരണം നിന്നെ ഒരു റെസ്ക്യൂ മൂഡിലേക്ക്, അടുത്തൊരു ലെവലിലേക്ക്, ദൈവത്തിൻ്റെ ഒരു വലിയ റെസ്ക്യൂ പദ്ധതിയിലേക്ക് നിന്നെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില ഓരോ സഹോദരിമാരും, ഇന്ന് രാവിലെ ഞാൻ മോർണിംഗ് മന്നയിൽ ഇട്ടതുപോലെ തന്നെ, ഈവൻ ദോ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ കുറിച്ച്, അവർ ഓണഗീനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവരുടെ ജീവിതത്തിലും ഒരു ഉദാഹരണമായി ഞാൻ എടുക്കുകയാണ് അവരുടെ ജീവിതത്തിലും അനേകരെ അവർ സൗഖ്യമാക്കുവാൻ അവരെ ദൈവം ഉപയോഗിക്കുവാനിടയായി. പക്ഷേ അവരുടെ കുടുംബം ഒരിക്കലും ആഗ്രഹിച്ചില്ല. പക്ഷേ പിന്നീടുള്ള സമയങ്ങളിൽ ആ സഹോദരി ഇതുപോലെയുള്ള യുദ്ധങ്ങളുടെ സമയങ്ങളിൽ അനേക പേർക്ക് ആശ്വാസമാകുവാൻ ദൈവം ഉപയോഗിച്ചു. നമ്മളെയും ഏതിനൊക്കെയോ വേണ്ടിയിട്ട് ദൈവം റെസ്ക്യൂ ചെയ്യുന്നു, ദൈവം കരുതുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇപ്പോഴുള്ള പ്രസൻറ്റ് പ്രശ്നത്തെ കണ്ടുകൊണ്ട് നിൽക്കുകയല്ല, മുന്നോട്ട് നിങ്ങളുടെ ഓട്ടക്കളത്തിൽ നിങ്ങൾ ഓടണം, ബിരുദു പ്രാപിക്കണം, അനേകർക്ക് നിങ്ങൾ വെളിച്ചമാകണം. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, നിൻ്റെ ദൗത്യം ചെയ്യുവാൻ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നിൻ്റെ സമാധാനം എന്നിൽ വ്യാപരിക്കട്ടെ. ലോകത്തെ നോക്കിക്കൊണ്ട് ഓടുവാനല്ല, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് എന്നും ഓടുവാൻ അതിനെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. റെബെലോഷമാക്കദ്ദുരമേ, ഐ ബ്ലസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഹല്ലേലൂയ. ലോകക്കാരെല്ലാവരും മാറിപ്പോയാലും നീ മൗനമായിരിക്കണം. എല്ലാവരും നിനക്കെതിരായി സംസാരിച്ചാലും നീ മൗനമായിരിക്കണം. എല്ലാവരും നിൻ്റെ കൂട്ടുവിട്ടാലും നീ മൗനം. നീ ഒറ്റയ്ക്കായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒറ്റയ്ക്ക് നടന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാനാണ്. നമ്മൾ യോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോബ് ഒറ്റയ്ക്കായി, തൻ്റെ ഭാര്യ പോലും തന്നെ തള്ളിപ്പറയുന്നു. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ഒരു ദൗത്യം യോബിലൂടെ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. സലാലയിൽ അവിടെ ശവസംസ്കാരം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവിടെ ജാതികൾ മറ്റുള്ളവരാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ എനിക്ക് കാണാനിടയായത്, അയ്യോബ് ജീവിച്ചിരുന്ന സമയത്ത് താൻ പോയ അവസ്ഥകളൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവനോടുള്ള ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ആ സ്നേഹം അപ്രമേയമായിരുന്നു. ഇന്ന് യോബിൻ്റെ വചനത്തിലൂടെ, ആ വാക്കുകളിലൂടെയാണ് നമ്മൾ അറിയുന്നത് കടലിനെയും കരയും, മരണത്തെക്കുറിച്ചും പാതാളത്തെക്കുറിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും. എത്രമാത്രം നമ്മളുടെ ശരീരത്തിൽ ദുഃഖകരമായ പ്രശ്നത്തിലൂടെ പോയാലും ഇതൊന്നുമല്ല വലുത്, അവൻ്റെ അപ്രമേയമായ സ്നേഹമാണ് വലുതെന്ന് പഴയ നിയമത്തിൽ യോബിലൂടെ കാണിച്ചു തരുന്നെങ്കിൽ പുതിയ നിയമത്തിലാകുന്ന നമുക്ക് അവൻ്റെ ആത്മാവിനെ തന്നെ നമ്മുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്നുവെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാനും ഭാഗ്യവതികളുമാണ്. പ്രിയ ദൈവപൈതലെ, സർക്കംസ്റ്റാൻസിനെ കണ്ടല്ല വിധിക്കേണ്ടത്, ദൈവം എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന്. പലരും സംശയം വരുമ്പോൾ, ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനും സംശയിച്ചിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിൽ. 16 വർഷത്തെ എൻ്റെ ജേർണിയിൽ 17ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഈ 5 മാസത്തെ ജേർണി ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഹാലല്ലേ, ആസ് എ പാസ്റ്റർ ഒരു ദൗത്യം എൻ്റെ മേൽ കർത്താവ് തരുമ്പോൾ, കേരളത്തിൽ സ്ത്രീകൾക്ക് ശുശ്രൂഷയില്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്നെ എന്നെ കേരളത്തിലേക്ക് തന്നെ അയച്ചു. കാരണം എൻ്റെ ഞങ്ങളായിരിക്കുന്ന കുടുംബം ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു മലയാളം കോൺഗ്രിഗേഷൻ അല്ല, ഞങ്ങൾ ബാംഗ്ലൂർ തമിഴാണ്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോഴും വ്യത്യസ്തമായി ഈ കേരളത്തിലേക്ക് തന്നെ കുടുംബത്തിൽ എഗ്രിയില്ല, സന്തോഷമില്ല ഞാനിത് ചെയ്യുന്നതിൽ. പക്ഷേ അവിടെ നിന്നുകൊണ്ടും കർത്താവ് എന്തു പറയുന്നു അത് മാത്രം ചെയ്യുവാനായി ഞാൻ പോകുമ്പോൾ അനേക ആയിരങ്ങളെ ഞാൻ കണ്ടുമുട്ടുവാനിടയായി. പക്ഷേ എല്ലാവരിലും ഒന്നും ആ ദൈവിക സന്തോഷമോ ആ ദൗത്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സഹോദരികളെയോ സഹോദരന്മാരെ കണ്ടുമുട്ടാൻ വിരലിലെണ്ണാവുന്നവരെ മാത്രമേ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളൂ. അവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ശാന്തമയാൻ്റെ പോലെ അനേക പാസ്റ്റർമാർ എഴുന്നേൽക്കട്ടെ ദൗത്യത്തിനായി. ലോകത്തിൻ്റെ മനുഷ്യരെ ഭയക്കാതെ ദൈവം എന്തു പറയുന്നു അതിനനുസരിച്ച് നീങ്ങുന്ന ഒരു സഹോദരിയെ, ഒരു ധീരവനിതയായി, ഒരു കർത്താവിൻ്റെ ഒരു ഭാരം ചുമക്കുന്നവളായി, ഒരു ക്രൂശ് ചുമക്കുന്നവളായി, മനുഷ്യരെയല്ല, സഭയെയല്ല, പാസ്റ്ററിനെയല്ല, കോൺഗ്രിഗേഷനെ സന്തോഷിപ്പിക്കേണ്ടത്. ദൈവം നിന്നോട് എന്തു പറഞ്ഞു അതിനനുസരിച്ച് നീങ്ങുന്ന ഒരു പ്രിയ സഹോദരിയായി, ഒരു അംബാസിഡറായി, ഒരു മണവാട്ടിയായി, ഒരു ദൗത്യത്തിന് വേണ്ടി നിങ്ങളെ ദൈവം കാത്തിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ പറയുക. ആമേൻ. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു ബിക്കോസ് യു ആർ ചോസൻ, യു ആർ സ്പെഷ്യൽ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് അനേകർ എനിക്ക് അയച്ച മെസ്സേജാണ്, കഴിഞ്ഞ ജീവിതത്തിൽ വീണുപോയി, പിന്നീട് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ ചിലരുടെ മെസ്സേജാണ്, വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. വിശ്വാസത്തിൽ ഓടണമെന്നുണ്ട്, പറ്റുന്നില്ല. സഭയിൽ ഞങ്ങൾക്ക് വളർച്ച കിട്ടുന്നില്ല. അങ്ങനെ ഇഷ്ടംപോലെ വിഷയങ്ങൾ എൻ്റെ മുൻപിലേക്ക് ഇങ്ങനെ വരുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ട്രസ്റ്റ് ഇൻ ഗോഡ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ്
ദൈവത്തിൻ്റെ ആലോചനകളെയാണ് നിങ്ങളെ അപ്പോഴപ്പോഴും അറിയിക്കുന്നത്. ട്രസ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് റിലേ ഇൻ ഹിം. അവനിൽ തന്നെ വിശ്വസിക്കുക, വചനം വായിക്കുക. ക്രിസ്തുവിനെ നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ വചനം വായിക്കുക. അതിലൂടെ പിതാവിലേക്ക് നിങ്ങളുടെ വഴികളെ എത്തിക്കുന്നു. ഹീസ് എ വേ, ഹീസ് എ ട്രൂത്ത്, ഹീസ് ദ ലൈഫ്. അല്പം തുടങ്ങുക. ചെറിയ കാര്യങ്ങളിൽ തുടക്കം വയ്ക്കുക, വലിയ കാര്യത്തിലേക്ക് നിങ്ങളെ ദൈവം എത്തിക്കും. ദ ജേർണി ഈസ് നോട്ട് ഈസി. എൻ്റെ ജീവിതത്തിൽ പറയാണ്, 16 വർഷമായി ദ ജേർണി ഈസ് നോട്ട് ഈസി. ചില മുറിവുകൾ, ചില ചതവുകൾ. 16 വർഷത്തെ ജേർണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതും ഒറ്റയ്ക്ക്. മക്കളോ ഹസ്ബൻഡോ സഹോദരങ്ങളോ കൂട്ടുകാരോ ഒന്നുമില്ല, എല്ലാവരാലും ത്യജിക്കപ്പെട്ടതാണ്. പക്ഷേ ഈ 16 വർഷവും അവനിൽ തന്നെ ആശ്രയിച്ച് പിടിച്ചു നിൽക്കണമെങ്കിൽ അവൻ തരുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഗാഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നെവർ ഗീവ് അപ്പ്. ഹോറാബാല ബഷന്തരെ. ഗാഡ് ബ്ലെസ് യു. ലവ് യു സോ മച്ച്. സീ യു സൂൺ. ഗാഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നിങ്ങളുടെ ടെസ്റ്റിമോണികൾ എനിക്ക് അയച്ചു തരാം. 009715570793031. ഗാഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ടൈം.